വാടനീ ഇത് പേടിച്ചാ ഓടല്ലേ ഓടേ ഓടേ ഇത് പേടിച്ചാ ശേ എന്താടാ എന്താ ഓടി ക്ഷീണിച്ച പൊട്ടക്കണം നിന്നോട് ഞാൻ പറഞ്ഞ ഈ സാധനം വെച്ചോണ്ട് മുന്നിൽ വരരുത് പറഞ്ഞാ കേൾക്കാൻ പറ്റില്ല അല്ലേ പറ്റില്ല അല്ലേ എന്റെ കണ്ണട ചേട്ടാ കണ്ണട കിടന്നേ ഇവന് ദേഷ്യമൊക്കെ വരൂ എനിക്ക് പേടിയാന്നടാ ചോക്കുട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിന്റെ ഒരാൾ ഇരിക്കാൻ വരുമ്പോഴേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് പറയുവാണ് എനിക്ക് ജോക്കുട്ടനെ അറിയേയില്ല എന്നിട്ട് നിന്റെ ഫ്രണ്ട് നാളെ വീണ്ടും വന്നിട്ട് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോക്കുട്ടിന് വിഷമാവില്ലേ? അത് ശരിയാ. അപ്പൊ ഉണ്ടല്ലോ വിശുദ്ധന് തന്റെ ജീവനേക്കാളും വലുതായി ഈശോ സ്നേഹിച്ചുകൊണ്ടാണ് അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായത്. നീ പറഞ്ഞോടുക്കോ എന്നാ പറയടാ. ജോക്കുട്ടന്റെ ജീവിതത്തിലും ഡ്രാഗൻ വന്നാൽ ജോക്കുട്ടൻ പുണ്യാളനെ പോലെ അതിനെ നേരിടുവോ അതോ തിരിഞ്ഞോടുവോ? നല്ല വേനയുണ്ട്, പക്ഷെ നമ്മളെ തോപ്പിക്കാൻ ഡ്രാഗൺ വന്നാൽ നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യണ്ടേ? എനിക്ക് പേടിയാവില്ല അപ്പൊ? അതിന് പുണ്യാളെ പോലെ ധൈര്യവും വിശ്വാസവും ഒക്കെ മതി, പേടിയൊക്കെ പോവും. പൂട്ടിട്ടേക്കാണ്. ക്ലീറ്റസിന്റെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ആണോ? വാ പോവാ. ചോക്കടാ ഇങ്ങോട്ട് തരാ. വാ. നിങ്ങളെന്റെ വീട്ടിൽ വന്നത് ഞാൻ CCTV ക്യാമറ കൂടെ കണ്ടായിരുന്നു. അതെനിക്കറിയാം. നീ മാത്രമല്ലോ, എവളും കൂടി ഇല്ലായിരുന്നോ? സോറി അങ്കിളെ. പേടിക്കണ്ട ചോക്കട്ട, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് നിന്നോട് അങ്ങനെ കാണിച്ചതിന് പുണ്യാളൻ സ്വപ്നത്തിൽ വന്ന് നീ സെന്റ് ജോർജ് പുണ്യാളനായും ഞാൻ പുണ്യാളനെ കൊന്ന ഡയക്ലീഷ്യൻ ചക്രവർത്തിയായി കാണിച്ചു തന്നു. പിന്നെ ഞാൻ ക്ലീറ്റസ് നോപ്പിട്ട അതൊക്കെ ഡയക്ലീഷ്യൻ എന്നാ കാണിക്കുന്നത്. എൻ്റെ ബിസിനസ്സൊക്കെ പതുക്കെ ഡള്ളായി തുടങ്ങി. ആകെ കഷ്ടപ്പാട്. പിന്നെ ഒന്ന് കുമ്പസാരിച്ചപ്പോഴാ ഒക്കെ ശരിയായെന്ന് വരുന്നതേ. അന്ന് നിന്നോട് കാണിച്ചതിന് ചെറിയൊരു പരിഹാരം. അങ്ങനെ കണ്ടാൽ മതി രണ്ടാളും. നിന്റെ കോഴിയെ അന്ന് ഞാൻ തിന്നുപോയി. അതിനെ അതേപോലെ തിരിച്ചുതരാൻ പറ്റത്തില്ല എനിക്ക്. അതിന് പകരേ തൽക്കാലം ഇതിരിക്കട്ടെ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തമ്മിൽ ഒരു വഴക്കുമില്ല. നമ്മൾ തമ്മിലേ ഫ്രണ്ട്സാ അല്ലേ? കാണാം.
കുഞ്ഞൂസേ നീ ഹാപ്പി ആയില്ലേ? നിന്റെ തലയുടെ മേളം ഒരു വെളിച്ചം പോലെ. അത് വെളിച്ചമല്ല, ഓറയാ. ഓറ